പേര് വിളിക്ക് പോവാണ്. എൻ്റെ അനിയത്തിൻ്റെ മോളെ കുട്ടീൻ്റെ. അപ്പോൾ ഇനി ആ വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം വിശേഷങ്ങളെല്ലാം. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ചെടിയെല്ലാം മാറ്റി നട്ട് ചെടിയെല്ലാം ഞാൻ മാറ്റി സെറ്റാക്കി ചെടി. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എൻ്റെ അനിയത്തിൻ്റെ വീടാണിത്. അപ്പോൾ പേരുവിളീൻ്റെ പേരിൻ്റെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വലിയൊരു പണി കിട്ടിയത് ബലൂണിൽ കാറ്റ് നിറക്കൽ. അങ്ങനെ മോളെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം കണ്ടതാണ്. ഇവളതാണ് പേരുവിളി. അപ്പോൾ പേരുവിളിയും പിന്നെ കൂട്ടിക്കൊണ്ടാക്കലും. അത് കഴിഞ്ഞ് കുറേ ആൾക്കാരെല്ലാം വന്ന് അങ്ങനെ പേര് വിളിക്കാൻ അച്ഛനും അമ്മയും കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഇരുന്ന് പേര് വിളിയും പാല് കൊടുക്കലും അങ്ങനെ കുറേ പരിപാടിയായി. അപ്പം അങ്ങനെ കുട്ടിക്ക് അരഞ്ഞാണം കെട്ടലാണ് ആദ്യത്തെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ടാണ് പേര് വിളി. അപ്പം അങ്ങനെ കുട്ടീനെ കാലിൽ കിടത്തി കുട്ടീൻ്റെ അച്ഛൻ കുട്ടിക്ക് അരഞ്ഞാണം ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ബഹളാണ്. മോള് നല്ല വാശി പിടിച്ച് കരച്ചിലായിരുന്നു. അങ്ങനെ അരഞ്ഞാണം വിടൽ ചടങ്ങ് നല്ല ഭംഗിയായി നടന്നു. അങ്ങനെ അച്ഛനും അമ്മയും കുഞ്ഞുവാവൻ്റെ ചെവിയിൽ പേര് വിളിച്ച് അരഞ്ഞാണിട്ട് പാലെല്ലാം കൊടുത്ത് അതിനുശേഷം രണ്ടാളും കൂടി വാവൻ്റെ പേര് റിവീൽ ചെയ്ത്. നല്ല അടിപൊളി പേരായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടതായി പേര്. ഇവാൻഷി അതായിരുന്നു കുഞ്ഞുവാവൻ്റെ പേര്. അപ്പം അങ്ങനെ എല്ലാവരും അവിടുന്ന് ക്ലാപ്പെല്ലാം ചെയ്ത് അങ്ങനെ കുട്ടീൻ്റെ പേര് അനൗൺസ് ചെയ്ത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവിടെ വന്ന ആൾക്കാരെല്ലാവരും കുഞ്ഞുവാവക്ക് പാല് കൊടുത്ത് അങ്ങനെ വാവൻ്റെ വയറ് നിറയാൻ മാത്രം പാല് കൊടുക്കൽ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ബലൂണ് പൊട്ടിക്കലും ഗിഫ്റ്റും പിന്നെ ഡ്രസ്സും അതെല്ലാം കൊടുക്കുന്നതിൻ്റെ തിരക്കായിരുന്നു എല്ലാവരും. അങ്ങനെ വാവക്ക് പാല് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി.
കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം എല്ലാവരും ചായ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് വരുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമും ആയിരുന്നു ഫുഡ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടെ നമ്മൾ ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്ത് ചിക്കൻ ബിരിയാണിയെല്ലാം ഐസ്ക്രീമെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ച്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും ബഹളങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിനിരുന്ന് ഏറ്റവും ലാസ്റ്റ് നമ്മളാണ് ഭക്ഷണം കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ വന്ന ആൾക്കാരെല്ലാം പിന്നെ അവരെ വീട്ടിലേക്ക് പോയി. പിന്നെ അവരെ കൂടെ വന്ന ഒരാൾ മാത്രം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് വാവേനെയും അമ്മേനെയും പിന്നെ വാവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു വാവേനെയും അമ്മയെ അരിയെല്ലാം നുരിച്ച് അങ്ങനെ വാവേനെയും കൂട്ടി വാവയുടെ വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന ചടങ്ങാണിത്. അങ്ങനെ കുറേ ദിവസം ഇവിടെ നിന്ന് പ്രസവ എല്ലാം കഴിഞ്ഞ് കുറേ ദിവസം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം. അങ്ങനെ കുഞ്ഞു വാവേൻ്റെ അമ്മമ്മ കൈമാറി അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ അച്ഛൻ്റെ വീട്ടിൽ പോയി. അവിടെയുള്ള ഒരു ചെറിയ ചടങ്ങായിരുന്നു ഇത്.